Hi, welcome back. Today I am discussing the topic Introduction to Ado.NET 4. Ado.NET 4, that is ActiveX Data Objects.NET. So Ado means ActiveX Data Objects. So the Ado.NET 4 is a primary data access application interface for the .NET framework. So .NET ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി ഡേറ്റ ആക്സസ് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആണ് Ado.NET 4 എന്ന് പറയുന്നത്. സോ ഈ Ado.NET 4ൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് Ado.NET 4 എന്ന് പറയുന്നത്. സോ ഈ Ado.NETൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ മൂന്ന് ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡേറ്റാ സെറ്റ്, സെക്കൻഡ് വൺ ഇസ് .NET ഡേറ്റ പ്രൊവൈഡർ ആൻഡ് തേർഡ് വൺ ഇസ് ഡേറ്റാബേസ് സെർവർ. സോ ഈ ഡേറ്റാ സെറ്റിൻ്റെ അകത്ത് ഡേറ്റ ടേബിളും ഡേറ്റാബേസ് സെർവറിൻ്റെ അകത്ത് ഡേറ്റാ ബേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. .NET ഡേറ്റ പ്രൊവൈഡറിൽ 3 സെക്ഷൻസ് ഉണ്ട്: ഡേറ്റ അഡാപ്റ്റർ, കമാൻഡ് ആൻഡ് കണക്ഷൻ. Ado.NET 2 ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ഉപയോഗിച്ചാണ് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. ആ 2 ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ആണ് ഡേറ്റ സെറ്റും .NET ഡേറ്റ പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡേറ്റ സെറ്റും .NET ഡേറ്റ പ്രൊവൈഡറുമാണ് Ado.NET യൂസ് ചെയ്യുന്ന 2 ഒബ്ജക്ട്സ്. ഓക്കെ, അതിൽ ഡേറ്റ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിലധികം ഡേറ്റ ടേബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ്. ഇനി .NET ഡേറ്റ പ്രൊവൈഡർ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ ഡേറ്റ അഡാപ്റ്ററും കമാൻഡും കണക്ഷൻസും അടങ്ങിയിട്ടുള്ളൊരു സെറ്റാണ്. ഓക്കെ, ഇനി ഈ ഡേറ്റ സെറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റാബേസിൻ്റെ ടേബിളിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ സെറ്റിൻ്റെ അകത്താണ്. സോ ആപ്ലിക്കേഷന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഇനി .NET ഡേറ്റ പ്രൊവൈഡർ ആണ് എന്ത്, റിട്രീവ് ദ ഡേറ്റ ഫ്രം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ്. ഓക്കെ, ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാസിനെ റിട്രീവ് ചെയ്ത് ആ ഡേറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് .NET ഡേറ്റ പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പം ടേബിള് ഡേറ്റ സെറ്റിൽ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് അപ്ഡേഷൻ നടത്തും ആര്, .NET ഡേറ്റ പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ .NET ഡേറ്റ പ്രൊവൈഡറിൽ നമുക്ക് 3 സെക്ഷൻസ് കാണാം. ഡേറ്റ അഡാപ്റ്റർ. ഓക്കെ, സോ ഇവിടെ ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ, ഒരു ഡേറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട്, ഡേറ്റ ടേബിളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡേറ്റ അഡാപ്റ്റർ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു സെലക്ട് കമാൻഡിനെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ കമാൻഡ് ഒബ്ജക്റ്റ് ആണ് കമാൻഡിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ആ കമാൻഡിനെ ഇഷ്യൂ ചെയ്തതിന് ശേഷം എന്താണ്, കണക്ഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഡേറ്റാബേസിന് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആ ഡേറ്റയെ റിട്രീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഈ ഡേറ്റയെ ഡേറ്റ അഡാപ്റ്ററിലേക്ക് പാസ് ചെയ്യും. ആ ഡേറ്റയെ ടേബിളിൽ ഡേറ്റ സെറ്റിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അപ്പം ഡേറ്റാബേസിൽ നിന്നും ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കണക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഡേറ്റ കമാൻഡ്സിലേക്ക് ഡേറ്റയെ പാസ് ചെയ്തിട്ട് അവിടെ വെച്ച് അവിടെ നിന്ന് ഡേറ്റ അഡാപ്റ്റർ വഴി ഡേറ്റ ടേബിളിലേക്ക് ഡേറ്റയെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റയെ റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡ് ഇഷ്യൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ അഡാപ്റ്റർ വഴി കമാൻഡ് ഇഷ്യൂ ചെയ്ത് കണക്ഷൻ എക്സിസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്ത് ഡേറ്റ അഡാപ്റ്റർ വഴി ഡേറ്റ ടേബിളിലേക്ക് പാസ് ചെയ്യുന്നു. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. So Ado.NET uses 2 types of objects to access the data in the database.
First one is dataset, which can contain one or more data tables, and .NET Data Provider Object, which include data adapters, commands, and connection. ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് ഡേറ്റ ഒബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ഡേറ്റ സെറ്റും രണ്ട് എന്താണ് .NET ഡേറ്റ പ്രൊവൈഡർ എന്ന് പറഞ്ഞു. രണ്ട് ഡേറ്റ ഒബ്ജക്ട്സ്. ഇനി ഡേറ്റ സെറ്റ് സ്റ്റോഴ്സ് ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്, സോ ഇറ്റ് ക്യാൻ ആക്സസ് ബൈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഡേറ്റ സെറ്റിലാണ് എന്ത് ഡേറ്റയെ സ്റ്റോർ ചെയ്തത്, ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. .NET ഡേറ്റ പ്രൊവൈഡർ എന്തിനു വേണ്ടിയിട്ടാണ്, റിട്രീവ് ഡേറ്റ ഫ്രം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ്. ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് .NET ഡേറ്റ പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ ഡേറ്റ ബേസ് സെറ്റും ഡേറ്റ സെറ്റും ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ .NET ഡേറ്റ പ്രൊവൈഡർ. To retrieve data from the database and store it in a data table, a data adapter object issues a select statement that's stored in the command object. So, database il ninnu oru data retrieve ചെയ്ത് data table ലേക്ക് store ചെയ്യുക. അതായത് ഡേറ്റാബേസ് സെർവറിൻ്റെ അകത്തുള്ള ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്ത് ഡേറ്റ സെറ്റിലുള്ള ഡേറ്റ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ അഡാപ്റ്റർ ഒബ്ജക്റ്റ് ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, കമാൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിന് ഇഷ്യൂ ചെയ്യും. കമാൻഡ് അതുവഴി ഒരു കണക്ഷൻ ഡേറ്റാബേസുമായിട്ട് ഉണ്ടാക്കും. ആ കണക്ഷൻ വഴി ഡേറ്റയെ റിട്രീവ് ചെയ്യും. അപ്പം ഡേറ്റ ടേബിളിലേക്ക് ഡേറ്റയെ കൊണ്ടുവരാൻ ഡേറ്റ അഡാപ്റ്റർ ഒരു കമാൻഡിനെ ഇഷ്യൂ ചെയ്ത് കണക്ഷൻ ഡേറ്റാബേസുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. Then the data is passed back the data adapter, which stores the data in the table within the dataset. So, ഈ കണക്ഷൻ വഴി കിട്ടിയ ഡേറ്റയെ ഡേറ്റ അഡാപ്റ്ററിലേക്ക് പാസ് ചെയ്യുകയും അത് ഡേറ്റ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. സോ ഇതാണ് ഒരു കമ്പോണൻറ്റിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം 3 സെക്ഷനിലെ ഡേറ്റ സെറ്റ് ആദ്യം, രണ്ടാമത് .NET ഡേറ്റ പ്രൊവൈഡർ, 3 ഡേറ്റാബേസ് സെർവർ. സോ ഡേറ്റ സെറ്റിലേക്ക് ടേബിളിനെ കൊണ്ടുവരാൻ .NET ഡേറ്റ പ്രൊവൈഡറിലെ അഡാപ്റ്റർ കമാൻഡിന് ഇഷ്യൂ ചെയ്ത് അതുവഴി ഒരു കണക്ഷൻ ഡേറ്റാ ബേസുമായിട്ട് പ്രൊവൈഡ് ചെയ്ത് ഡേറ്റാ ബേസിലുള്ള ഡേറ്റയെ ആക്സസ് ചെയ്ത് അത് ഡേറ്റ സെറ്റിലുള്ള ഡേറ്റ ടേബിളിലേക്ക് എത്തിക്കുന്നു. ആര് വഴി? ഡേറ്റ അഡാപ്റ്റർ വഴി. ഇത്രയുമാണ് ഫിഗറുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. To update the data in the database based on the data in the data table, the data adapter object issues an insert or update or delete statement that is stored in the command object. ഇനി ഡേറ്റ ബേസിലുള്ള ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ അഡാപ്റ്റർ വീണ്ടും ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുവാണ്, ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് കമാൻഡ്. ഓക്കെ, അപ്പം വീണ്ടും കമാൻഡ് ഒരു കണക്ഷൻ ഡേറ്റാബേസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അവിടെ പോയി ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഡേറ്റ സെറ്റിൽ ഡേറ്റ ടേബിളിൽ കൊണ്ട് നമ്മൾക്ക് സേവ് ചെയ്ത് വെക്കും. The data provider remains connected to the database only long enough to retrieve or update the specified data. Then it disconnects from the database and application works with the data via dataset object. This is referred to as a disconnected data architecture. So, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചർ. ഇവിടെ ഡേറ്റാ സെറ്റും ഡേറ്റ പ്രൊവൈഡറും തമ്മിൽ ഡേറ്റ അഡാപ്റ്റർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡേറ്റാസിന് ആവശ്യമുള്ളപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഡേറ്റാബേസിൽ നിന്നും കണക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡേറ്റയെ ആക്സസ് ചെയ്ത് കമാൻഡ്സ് വഴിയൊക്കെ നമ്മൾ ഡേറ്റ ടേബിളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഡേറ്റ പ്രൊവൈഡർ റിമൈൻസ് കണക്റ്റഡ്. ഈ ഡേറ്റ പ്രൊവൈഡർ ഡേറ്റാബേസുമായിട്ട് ഡേറ്റ ആവശ്യമുള്ളപ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതായത് ഡേറ്റ റിട്രീവ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട സമയത്ത് മാത്രം ഡേറ്റ പ്രൊവൈഡറും ഡേറ്റാബേസും തമ്മിൽ കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഡേറ്റാബേസും ഡേറ്റ പ്രൊവൈഡറുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുകയും ആവശ്യം ഉള്ളപ്പോൾ മാത്രമേ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ് ഡിസ്കണക്ട്സ് ഫ്രം ദ ഡേറ്റാബേസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ വർക്ക് വിത്ത് വയ ദ ഡേറ്റാസെറ്റ് ഒബ്ജക്റ്റ്. സോ ഈ സമയത്ത്
ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഡേറ്റാസെറ്റ് ഒബ്ജക്റ്റ് വഴിയായിരിക്കും ഈ ഡേറ്റ വർക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷനിൽ. സോ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ഡേറ്റാബേസിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡേറ്റ റിട്രീവ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം അവരും ഡേറ്റ പ്രൊവൈഡറും തമ്മിലുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും ഡിസ്കണക്ട് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ മാത്രം കണക്ട് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റാണ് ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളപ്പോൾ എല്ലാം ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആക്സസ് ചെയ്യാവുന്നതാണ്. ഡേറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്ത് കൊണ്ടുപോയി ഡേറ്റ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അവിടെ നിന്ന് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് ദ ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചർ. ഓക്കെ, ഇനി അഡോപ്റ്റഡ് ഒബ്ജക്റ്റ് കുറേ ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതുവഴിയായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദ അഡോപ്റ്റഡ് ഒബ്ജക്ട്സ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ക്ലാസ്സസ് ഇൻ ദ system.data namespace ഓഫ് ദ .NET ഫ്രെയിംവർക്ക്. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് system.data namespace. അപ്പോൾ നമുക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസിനെല്ലാം നമുക്ക് ആ ഒരു പേരിട്ട് ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് വിളിക്കാവുന്നതാണ്, system.data namespace. ഇനി how are the specific classes used to implement the connection command and data adapter object depends on the .NET data provider you use. നമ്മൾ ഏത് .NET ഡേറ്റ പ്രൊവൈഡറാണ് യൂസ് ചെയ്യുന്നതിന് ബേസിസ് ചെയ്തിട്ടായിരിക്കും കണക്ഷനും കമാൻഡും ഡേറ്റ അഡാപ്റ്റർ ഒബ്ജക്ട്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഓരോ ക്ലാസ്സസിനും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബേസിക് അഡോപ്റ്റഡ് കമ്പോണൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് concurrency. Concurrency means here two users are working with the same copy of data at the same time. ഒരേ സമയം ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു സ്റ്റേജാണ് കൺകറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യൂസർ 1ഉം യൂസർ 2 ഉണ്ട് ഈ ഡേറ്റാബേസ് സെർവറിൽ പ്രോഡക്റ്റ് ഡേറ്റ ടേബിൾ സേവ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിനെ ആക്സസ് ചെയ്യാൻ രണ്ടുപേരും ഒരേ സമയം ശ്രമിക്കുന്നു. സോ ആ സമയം അവിടെ എന്തുണ്ടാവുന്നു, ഒരു കൺകറൻസി ഇഷ്യൂ ഉണ്ടാവുന്നു. What happens when two users try to update the same row? സോ ഒരേ സമയം ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് അല്ലെങ്കിൽ 2 യൂസേഴ്സ് ഒരു റോയെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, സെയിം റോയെ. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? When 2 or more users retrieve the data in the same row of database table at the same time, it is called concurrency. Because Ado.NET uses a disconnected data architecture, the database management system can't prevent this from happening. സോ ഇവിടെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ യൂസർ ഒരു റോ ഓഫ് ഡേറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൺകറൻസി ഉണ്ടാവും. കാരണം Ado.NET ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു കൺകറൻസി ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത ഒരിക്കലുമില്ല. കാരണം എന്താ, ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഡിസ്കണക്ട് ചെയ്യുകയും ഡേറ്റ സെറ്റിൽ കൊണ്ടുപോയി ടേബിളിനെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസറിന് എപ്പോൾ വേണമെങ്കിലും ഇവരെ ആക്സസ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ് ഉള്ളത്. അപ്പോൾ ഈ ഡിസ്കണക്റ്റഡ് ഡേറ്റ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ കൺകറൻസി ഉണ്ടാവും. So if 2 users try to update the same row in a database at the same time, the second user's change could override the changes made by the first user. ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ യൂസർ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ യൂസറിൻ്റെ ചേഞ്ചസ് ഈ ആദ്യത്തെ യൂസറിൻ്റെ ചേഞ്ചിന് ഓവർറൈറ്റ് ചെയ്യപ്പെടാം. സോ വെദർ ഓർ നോട്ട് ദാറ്റ് ഹാപ്പൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺകറൻസി കൺട്രോൾ ദാറ്റ് ദ പ്രോഗ്രാം യൂസ്. സോ അവിടെ സംഭവിക്കുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും ഏത് കൺകറൻസി കൺട്രോൾ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവിടെ ഓവർറൈറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. By default, Ado.NET uses optimistic concurrency. This means that the program checks to see whether the database row that's going to be updated or deleted has been changed since it was retrieved. If it has, a concurrency exception occurs and the update or deletion is refused. Then the program should handle the exception. So, എപ്പോഴും Ado.NET optimistic concurrency ആണ് യൂസ് ചെയ്യുന്നത്. അതായത്
ആ പ്രോഗ്രാം നോക്കും എന്ത് ഡേറ്റാബേസിൽ ആ റോ എന്തെങ്കിലും അപ്ഡേഷനോ ഡിലീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസിന് വിധേയമായിട്ടുണ്ടോ, അത് റിട്രീവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസിന് വിധേയമായിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇഫ് ഇറ്റ് ഹാസ് എ കൺകറൻസി എക്സെപ്ഷൻ ഒക്കേഴ്സ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടായി എന്ന് അവരെ അനുമാനിക്കും. അതായത് ഡേറ്റാബേസിന് നമ്മൾ ഡേറ്റാബേസിൽ എടുത്ത് ഡേറ്റാ സെറ്റിൽ കൊണ്ട് വെച്ചതിന് ശേഷം എന്തെങ്കിലും അപ്ഡേഷനോ ഡിലീഷനോ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺകറൻസി എക്സെപ്ഷൻ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി ആ നടന്ന അപ്ഡേഷനോ ഡിലീഷനോ അവർ റെഫ്യൂസ് ചെയ്യുകയും ആദ്യം ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. So if optimistic concurrency isn't in effect, the program does not check to see whether a row has been changed before or update or deletion takes place. ഈ optimistic concurrency effect ആയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ചെക്ക് ചെയ്യത്തില്ല എന്താ അപ്ഡേഷനോ ഡിലീഷനോ നടത്തുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കാര്യം ചെക്ക് ചെയ്യത്തില്ല. ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായിന്ന് കണ്ടിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇത് എഫക്റ്റ് ആയില്ല, ഈ കൺകറൻസി എഫക്റ്റ് ആയില്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യത്തതുമില്ല. So instead the operation proceeds without throwing an exception. So ഈ അപ്ഡേഷനോ ഡിലീഷനോ അങ്ങ് പോസിബിൾ ആവും. അതായത് അതിന് ആ അപ്ഡേഷനും ഡിലീഷനും നടക്കും, എക്സെപ്ഷന് കൺട്രോൾ ചെയ്യാതെ തന്നെ അതങ്ങ് അപ്ഡേറ്റോ ഡിലീഷനോ നടക്കും. So this is referred as the last in wins because the last update overrides any previous update. ഇങ്ങനെ ഒരു അപ്ഡേഷനോ ഡിലീഷനോ മുന്നേ അവിടുത്തെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം നടത്തപ്പെട്ട പ്രോസസ്സ് ആയിരിക്കും വിൻ ആവുക. അതായത് ലാസ്റ്റ് വിൻസ് മീൻസ് അതിന് മുന്നേ നടന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സിനെയും ഈ ലാസ്റ്റ് നടത്തിയ അപ്ഡേറ്റ്സ് ഓവർറൈറ്റ് ചെയ്യപ്പെടും. പ്രീവിയസ് അപ്ഡേറ്റ്സ് എല്ലാം മാഞ്ഞു പോവുകയും അവസാനം നടത്തിയ അപ്ഡേറ്റ് മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ക്യാൻ ലീഡ്സ് ടു എറേഴ്സ് ഇൻ ഡേറ്റാബേസ്. ഇങ്ങനെ വരുമ്പോൾ ഡേറ്റാബേസിൽ എറേഴ്സ് ഉണ്ടാവാം. സോ ഈ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി എഫക്റ്റ് ആയില്ല എങ്കിലുള്ള പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. സോ കൺകറൻസി ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി വഴി എന്ത് ചെയ്യാം, അവരെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യാം. ഇത് വർക്ക് ആയില്ലെങ്കിൽ അങ്ങനെ ഒന്നും നോക്കത്തില്ല, അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാതെ തന്നെ നടത്തും. അങ്ങനെ വരുമ്പം ആദ്യം നടത്തപ്പെട്ടതെല്ലാം മാഞ്ഞു പോവുകയും ഏറ്റവും അവസാനം ചെയ്യപ്പെട്ടത് മാത്രം ഓവർറൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ഇത് ഡേറ്റാബേസിൽ എററിന് കാരണമാകും. സോ ഹൗ ടു അവോയ്ഡ് കൺകറൻസി എറേഴ്സ്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനൊരു മാർഗ്ഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി. So as a result, optimistic concurrency is adequate because the user will rarely have to resubmit an update or deletion that is refused. So if concurrency is likely to be a problem, a program that uses a dataset can be designed so it updates the database and refreshes the dataset frequently. This way the concurrency errors are less likely to occur. സോ ഇവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി വഴി നമുക്ക് എന്താണ് അപ്ഡേഷനും ഡിലീഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യപ്പെടാം, നടത്തുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്താണെങ്കിൽ റെഫ്യൂസ് ചെയ്ത് നമുക്ക് എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. ഇനി കൺകറൻസി പിന്നെ ഒരു പ്രോബ്ലം ആവുന്ന ഒരു സ്റ്റേജിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ പ്രോഗ്രാം ദാറ്റ് യൂസസ് എ ഡേറ്റാ സെറ്റ് ക്യാൻ ബി ഡിസൈഡ് സോ ഇറ്റ് അപ്ഡേറ്റ്സ് ദ ഡേറ്റാബേസ് ആൻഡ് റിഫ്രഷസ് ദ ഡേറ്റാ സെറ്റ് ഫ്രീക്വൻ്റ്ലി. സോ ഒരു ഡേറ്റാ സെറ്റിനെ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു പ്രോഗ്രാമിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ അതുവഴി ഇത് ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യുകയും ഡേറ്റാ സെറ്റിനെ ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യുകയും ചെയ്യും, റിഫ്രഷ് ചെയ്യുകയും ചെയ്യും. സോ അതുവഴി കൺകറൻസി എറേഴ്സിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പ്രത്യേകം പ്രോഗ്രാംസ് ഈ ഡേറ്റാ സെറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് വഴി നമുക്കിതിനെ അപ്ഡേഷനും റിഫ്രഷിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് കൊണ്ട് തന്നെ കൺകറൻസി ഇഷ്യൂസിനെ കുറയ്ക്കാം. മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് കൺകറൻസി എറേഴ്സ് ടു ഡിസൈൻ എ പ്രോഗ്രാം സോ ഇറ്റ് റിട്രീവ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ജസ്റ്റ് വൺ റോ അറ്റ് എ ടൈം. സോ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക, അതിൽ ഒരു സമയം ഒരു റോയെ മാത്രം അപ്ഡേറ്റും റിട്രീവും ചെയ്യാനുള്ളൊരു കേസ് വെക്കുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് യൂസേഴ്സ് ഒരേ സമയം ഒരു റോയെ
റിട്രീവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. കാരണം അറ്റ് എ ടൈം ഒരു റോയെ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് റിട്രീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരേ സമയം 2 പേര് ചെയ്യുമ്പോൾ അവിടെ 2 പേർക്കും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവിടെ എറേഴ്സിനുള്ള സാധ്യത കുറയും. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എറേഴ്സിന് കൺകറൻസി എറേഴ്സിനെ കുറയ്ക്കാൻ പറ്റും. സോ ദീസ് ആർ ദ solutions to avoid concurrency errors. Next is how to work with data without using a data adapter. So നമുക്ക് Adobe.NET componentsൽ നമ്മൾ കണ്ടതാണ് ഡേറ്റ സെറ്റും ഡേറ്റ പ്രൊവൈഡറും ഡേറ്റാബേസ് സെർവറും. അതിൽ ഡേറ്റ പ്രൊവൈഡറിൽ ഡേറ്റ അഡാപ്റ്റർ ഉണ്ടായിരുന്നു. അവരാണ് ഈ ഡേറ്റ ടേബിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കമാൻഡ്സിന് ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. സോ ഇവിടെ നമുക്ക് നോക്കാം ഈ ഡേറ്റ അഡാപ്റ്റർ ഇല്ലാതെ ഈ ഡേറ്റ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് Adobe.NET കമ്പോണൻസിന് ഡേറ്റാസിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേറൊരു കമ്പോണൻറ്റിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം .NET ഡേറ്റ പ്രൊവൈഡറിൽ ഡേറ്റ റീഡർ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ്, പിന്നെ കമാൻഡ്സും കണക്ഷനും ഒക്കെ അതേ കണക്കുണ്ട്, ഡേറ്റാബേസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പുതുതായിട്ട് ഇവിടെ ഉള്ളത് ഡേറ്റ റീഡർ. Instead of using a data adapter to execute commands to retrieve, insert, update and delete from data from a database, you can execute those commands directly. To retrieve data from a database, you execute a command object that contains select statement. Then the command object uses a connection to connect the database and retrieve the data. You can then read the result one row at a time using a data reader object. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ റീഡർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഡേറ്റ അഡാപ്റ്റർ കമാൻഡ്സിനെ എക്സിക്യൂട്ട് ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ഇൻസേർട്ട് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് പകരം എന്താണ് ഇതിന് ഈ കമാൻഡ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇൻസേർട്ട് ഡിലീറ്റ് അപ്ഡേറ്റ് കമാൻഡ്സ് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് കാണിച്ചിട്ടുള്ളത് ആ ഫിഗറിൽ. സോ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റയെ റിട്രീവ് ചെയ്യാനായിട്ട് you execute a command object that contains a select statement. The select statement ഉള്ളൊരു കമാൻഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ്. Then the command object uses a connection to ഈ ഡേറ്റാബേസുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം then read the result one row at a time using a data reader object. ഡേറ്റ റീഡർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വഴി ഒരു സമയം ഒരു റിസൾട്ടിനെ മാത്രം റീഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേറ്റ റീഡർ ആണ് ഇവിടെ അറ്റ് എ ടൈം വൺ റിസൾട്ടിനെ നമ്മൾ റീഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്. To insert, update or delete data in database, you execute a command object that contain insert, update or delete statement. അപ്പോൾ നമ്മൾ ഈ ഇൻസേർഷനോ ഡിലീഷനോ അപ്ഡേഷനോ ഡേറ്റാബേസിൽ നടത്താനായിട്ട് ആ കമാൻഡിനെ നമ്മൾ ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ആ കമാൻഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ കമാൻഡ് പോയി ഡേറ്റാബേസിൽ ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്യും, കണക്ഷൻ വഴി കണക്ട് ചെയ്യപ്പെടും. ഓക്കെ, എന്നിട്ട് ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് യു ക്യാൻ ചെക്ക് ദ വാല്യൂ ദാറ്റ് റിട്ടേൺ ടു ഡിറ്റർമിൻ ഇഫ് ദ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. അതിനുശേഷം ഓപ്പറേഷൻ സക്സസ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്ത വാല്യൂവിനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും സക്സസ് ആയെന്ന്. If you use this technique in the application that maintains the data in database, you typically work with a single row at a time because the chance of concurrency errors is reduced. ഇങ്ങനെ ഡേറ്റ റീഡർ വഴി ഒരു സമയം ഒരു റോയെ അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ വരുന്നതിലൂടെ കൺകറൻസി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കമാൻഡ്സിനെ ഇഷ്യൂ ചെയ്ത് കമാൻഡ്സ് കണക്ട് ചെയ്തിട്ട് ഡേറ്റ റീഡറിലേക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യും. അത് ഒരു സമയം ഒരു ഡേറ്റയെ മാത്രം ആക്സസ് ചെയ്യും, അത് ഡേറ്റാബേസിലേക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, കൺകറൻസിയുടെ ചാൻസസ് കുറയ്ക്കാൻ പറ്റും. അപ്പം ഡേറ്റ അഡാപ്റ്റർ ഇല്ലാതെ ഡേറ്റ റീഡർ ഉപയോഗിച്ച് ഡേറ്റ ആക്സസ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഈ കൺകറൻസിയെ കുറയ്ക്കാൻ പറ്റുന്നത്. So this is how to work with the data without using a data adapter. Assignment question: explain the basic Adobe.NET 4 components. Define concurrency and how to avoid the concurrency errors. How to work with the data without using data adapter. Thank you.